ചെറുപ്പക്കാര് മുഴുവനും തമ്മാടികളാ. മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് അഭിരമിക്കുകയല്ലയോ, മോശപ്പെട്ടതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയല്ലയോ, MDMA-യും LSD-യും അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം കൈവശം വെച്ച് ഉപയോഗിക്കുകയല്ലയോ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങളെ പോലെ അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന യുവാക്കളായി ഈ തലമുറ മാറിയില്ലയോ, സിഗരറ്റ് വലിക്കാത്ത ചെറുപ്പക്കാർ കുറവല്ലയോ. ആദരവായ പ്രവാചകനെ പറഞ്ഞത് എത്ര ശരിയാണ്. അവസാന കാലഘട്ടം വരുമ്പോ യുവാക്കളും യുവതികളും തമ്മാടികളും റൗഡികളുമാകുകയാണ്. സ്വന്തം ശരീരത്തെ ദീനിന് വേണ്ടി മെരുക്കിയെടുക്കാൻ തയ്യാറല്ല. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ, ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളും റൗഡികളുമാകും. നബിതങ്ങൾ പറഞ്ഞതാണ് അന്ന്. ഇന്നത് നടന്നില്ലേ? ഇപ്പം ഇന്നലെ എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊമ്പോളല്ലേ, അവിടുത്തെ മക്കാം അറബി വലിയുള്ള സയ്യിദ് അറബി വലിയുള്ള അള്ളാഹു എടുത്ത് ദറജ ഉയർത്തുമാറാകട്ടെ. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഒരു SI വന്ന് പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന ചെറുപ്പക്കാരി ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ, ചെറിയ മക്കൾ, +1-നും +2-നും വരെയുള്ളതാകുന്ന മക്കൾ, BA-ക്കും MA-ക്കും ഒക്കെ പഠിക്കുന്നവർ, MBBS-നൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലേതാകുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു വിദ്യാർത്ഥി, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ, മാരകമാകുന്ന ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ, അദ്ദേഹം കൈവച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തോട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി ഉപയോഗിക്കുന്നു? വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ. നിന്റെ കൂടെ ആരൊക്കെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാരായ ഇന്ന 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 പേരുകളുണ്ടെന്ന് പറഞ്ഞ് പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതിൽ 95% നമ്മുടെ കൗമിൻ്റെ പേരാണ്, മുസ്ലിമീങ്ങളുടെ പേരാണ്. ആലോചിച്ച് നോക്കിയ നിങ്ങൾ, അവൻ്റെ പേരും മുസ്ലിമാണ്, ഈ പറയുന്നവൻ്റെ പേരും, അവനെ ആരുടെയൊക്കെ പേര് പറയുന്നു അതൊക്കെ കൗമിൻ്റെ പേരാണ്. എടാ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ മക്കൾക്ക് യോജിച്ചതല്ല. ലഹരി എന്ന് പറയുന്ന വസ്തു തന്നെ നല്ലതല്ല. അത് പരിപൂർണമായി നിർമാർജനം ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാൽ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10 ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ والمحمولة إليه وساقيها وبائعها وآكل ثمنها والمشتري لها والمشترات له. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല ഉറപ്പെടുത്തുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ, കള്ളിന്റെ വിഷയത്തിൽ 10 കൂട്ടരെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചു അത്രേ. 10 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റസൂല് ശപിക്കുകയാണ്. ഖംർ എന്ന വാക്കാണ് പൊതുവെ ലഹരിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഖംർ എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. മുഹമ്മർ എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധിയെ മറക്കുന്നത്. ഖംർ എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, ബുദ്ധിയെ മറക്കുന്ന സാധനങ്ങൾ. സക്രാൻ ഉണ്ടാക്കുന്നത്, മസ്ത് പിടിപ്പിക്കുന്നത്, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ, അതൊക്കെ ലഹരിയാണ്. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, ഹദീസിന് വിധങ്ങൾ നിർത്തുന്നത് അങ്ങനെയാണ്. എല്ലാ ലഹരിയെ മസ്ത് പിടിപ്പിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ ഹറാമുൻ, നിഷിദ്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഖംർ എന്നാണ് ഖുർആനിലും പ്രയോഗിച്ചത്. ഇന്നമൽ ഖംർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖംർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ മാന. കേവലം കള്ള് മാത്രമല്ല, കള്ളല്ലേ പറഞ്ഞിട്ടുള്ളത്, കള്ള് മാത്രമല്ല, ഏതെല്ലാം ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളുണ്ടോ അതൊക്കെ ഇതിൽ പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള MDMA-യും LSD-യും ഹശീഷും എന്ന് വേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ, കൊക്കൈനും അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുണ്ടോ, കഞ്ചാവ് അടക്കമുള്ള ഏതെല്ലാം സാധന സാമഗ്രികളുണ്ടോ, അതൊക്കെ അതിൻ്റെ ഉൾപ്പെട്ടിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരായ ആളുകളെ 10 പേരെയാണ് ആ വിഷയത്തിൽ ശപിച്ചത്. ആരെ ശപിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ 2024 വിട പറയുന്നതിന് ഒരാഴ്ച മുമ്പ് മലയാള മനോരമ എന്നുള്ള കേരളത്തിലും പുറത്തുമൊക്കെ ഏറ്റവും കൂടുതൽ എഡിഷൻ ഉള്ളതാകുന്ന പത്രം 2024 ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതാകുന്ന പദം, ഏറ്റവും കൂടുതൽ ആളുകൾ അവർക്കിടയിൽ കൊണ്ടുവന്നിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് ഒരു സർവേ നടത്തുകയുണ്ടായി. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഡിസംബർ 31 ആ സർവേ പൂർത്തീകരിച്ചു. എഡിറ്റോറിയൽ പേജിൽ മലയാള മനോരമയിൽ കുറിച്ചിട്ടു. കഴിഞ്ഞ 2024 ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടങ്ങുന്ന കേരളക്കരയിലുള്ളതാകുന്ന മനുഷ്യ മക്കൾ, മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന പദം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു ശബ്ദധാരാവലിയും കണ്ടിട്ടില്ലാത്തതാകുന്ന ഒരു വാക്കാണ് തന്തവൈബ് എന്നുള്ള വാക്കാണ്. തന്തവൈബ് എന്താണ് ഈ തന്തവൈബ് എന്ന് പറയുന്നത്? 20 വയസ്സിനുള്ളിൽ ചുവടെയുള്ളതാകുന്ന കുട്ടികൾ 40-ഉം 45-ന് വയസ്സുമുള്ളതാകുന്ന പ്രായമുള്ളതാകുന്ന ആളുകളെ, ഉപ്പയുടെ പ്രായമുള്ള ആളുകളെ, മുതിർന്നവരെ കളിയാക്കുന്നതാകുന്ന ഒരു വാക്കാണ്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാനിക്കാതെ അത് തള്ളിക്കളഞ്ഞ് അവരെ വിളിക്കുന്നതാകുന്നൊരു വാക്കാണ് തന്തവൈബ് എന്ന് പറഞ്ഞ് ആ വാക്കുകളെ നിസാരവൽക്കരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോക്ക്, എങ്ങോട്ടാണ് നമ്മുടെ കേരളക്കരയുടെ മക്കളുടെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. കേരളക്കരയിലെ ഒരു പ്രമുഖ പത്രം അവർ നടത്തിയ ഒരു സർവേയിൽ 2024 എന്ന് പറയുന്ന ഒരു കൊല്ലത്തിൽ ആ വർഷം അവസാനിക്കുമ്പോൾ 25-ന്റെ പുലരിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന പദം ഏതെന്നുള്ളത് സർവേ നടത്തിയിട്ട് അവസാനം എത്തിച്ചേർന്നതാകുന്ന പദം, ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന വാക്ക് ഇതാണ്, തന്തവൈബ് എന്നുള്ള വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ധ്വനികൾ, അതിൻ്റെതാകുന്ന വിശദീകരണം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പുതിയ ജനറേഷൻ, ന്യൂജൻ എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്നതാകുന്ന ഈ ഒരു വിദ്യാർത്ഥി സമൂഹം 20 വയസ്സിനിങ്ങോട്ട് താഴോട്ടുള്ളതാകുന്ന കുട്ടികൾക്ക് മുതിർന്നവരെ, അവരുടെ വാക്കുകളെ പരിപൂർണമായി തൃണവൽഗണിച്ച് അവഗണിച്ച് അവരെ ഒഴിവാക്കി വിടുന്നതാകുന്ന ശൈലിക്കാണ് ഈ വാക്ക് പറയുക. ഉപദേശിക്കുന്ന വാപ്പയെയും ഉപദേശിക്കുന്ന ഉമ്മയുടെയും മുതിർന്നവരുടെയും വാക്കുകളെ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പരിപൂർണമായി അവഗണിക്കുക. അതൊക്കെ ഒരു തന്തയുടെ വാക്കാണ്, അതിലൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന അർത്ഥത്തിലുള്ളതാകുന്ന ഒരു ശൈലി. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ. ഈ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഒരു കൊല്ലം ഉണ്ടായെങ്കിൽ ഇനി 2025 എങ്ങോട്ട് നമ്മൾ എത്തിപ്പെടും, അതാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു വർഷത്തിൻ്റെ അവസാനം ഇനി എടുക്കുന്നതാകുന്ന വാക്ക്, ഇതേപോലെ ഒരു സർവ്വ നടത്തിയാൽ ഏത് വാക്കായിരിക്കും ഉണ്ടാവുക? ഇതിനേക്കാൾ അപഹാസ്യരാകുമോ, ഇതിനേക്കാൾ മോശമാകുന്ന ഒരവസ്ഥയിലേക്ക്, സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആശങ്ക വെക്കണം. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് മദീന പള്ളിയിൽ വെച്ച് സഹാബത്തിനെ മുൻനിർത്തിയിട്ട് ഈ ഒരു കാലഘട്ടത്തെപ്പറ്റി ചില ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി. 1400 കൊല്ലം മുമ്പ് വെച്ച ആശങ്ക ഇന്ന് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നബിതങ്ങൾ പറഞ്ഞത് മുഴുവനും പുലർന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് നബിതങ്ങൾ സ്വഹാബത്തിനോട് ആശങ്ക വെച്ചത്? ഉത്തമ സമുദായം എന്ന് വിളിക്കുന്നതാകുന്ന മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന അവസാന കാലഘട്ടത്തിലെ ഒരു ജനവിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ അവരോട് ആശങ്ക പങ്കുവെക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അൻതും ഇദാ തഗാ നിസാഉകും وفسق شبانكم وتركتم جهادكم
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബ, ഇനി ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, അന്നുള്ളതാകുന്ന സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്നതാകുന്ന കാലഘട്ടമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും, നിങ്ങളുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ, നിങ്ങളിലുള്ള സ്ത്രീ വിഭാഗം മുഴുവനും മോശപ്പെട്ട തലത്തിലേക്ക് പിഴച്ചു പോകുന്ന യുഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ, വതറക്തും ജിഹാദക്കും, നിങ്ങൾ ഇസ്ലാമിക ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കാതെ സ്വന്തം ശരീരത്തെ മെരുക്കിയെടുക്കാതെ തിന്മയിലേക്ക് വ്യാപൃതരാകുന്ന ഒരു ശൈലി കടന്നു വന്നാൽ അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബേ, ഈ ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തിപ്പെടുമോ ഹബീബേ? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, ചെറുപ്പക്കാർ മുഴുവനും തെമ്മാടികളായി പോകുന്ന യുഗത്തിലേക്ക്, ജനങ്ങൾ മുഴുവനും ജിഹാദില്ലാതെ ധർമ്മസമരത്തിൽ ഏർപ്പെടാതെ സ്വന്തം ശരീരത്തോട് പോലും ജിഹാദ് നടത്താത്തതാകുന്ന അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമോ ഹബീബേ? സഹാബത്ത് അത്ഭുതമാണ്, അത്ഭുതം കൂറുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ സ്വഹാബ, വഅശദ്ദു മിൻഹു സയകൂൻ, ഞാൻ ഈ പറഞ്ഞതാകുന്ന അവസ്ഥയേക്കാൾ വളരെ പരിതാപകരമാകുന്ന, വളരെ മോശപ്പെട്ടതാകുന്ന, മലീമസമാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമേ സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥ ഏതാണ്? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുകയാണ്, ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളാവുകയാണ്, റൗഡികളായി മാറുകയാണ്, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാ. എല്ലാവരും സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് മറന്ന് പരിപൂർണമായി തിന്മയിൽ ആറാടുകയാണ്. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥ ഏതാണ് നബിയേ? വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഏതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകർ, തിന്മ കൊണ്ട് വിരോധിക്കാത്ത, നന്മ കൊണ്ട് കൽപ്പിക്കാത്തതാകുന്ന ഒരു യുഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമേ സ്വഹാബ. അവസാന കാലമാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ നന്മ കൊണ്ടുള്ള ഉപദേശമില്ല, മാതാപിതാക്കൾ മക്കളോട് നിസ്കരിക്കാൻ പറയില്ല, അവരോട് ഖുർആൻ ഓതാൻ പറയില്ല, ദിക്ർ ചൊല്ലാൻ ഉപദേശിക്കില്ല. ഇശാ മഗ്രിബ് ിനിടയിൽ പരിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന കുടുംബമാണ് ഇന്നതാ സീരിയലിന് ലോകത്ത് വിഹരിക്കുകയാണ്. ഇശായിന് ശേഷം ഭക്ഷണം കഴിച്ച് നേരത്തെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കടന്നുറങ്ങിയിരുന്നവരാ ഇന്നിതാ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്, ഗെയിമിന്റെ ലോകത്തേക്ക് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാണ്, സിനിമയുടെ ലോകത്തേക്ക് നിലകൊള്ളുന്ന കുടുംബമാണ്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതായ കുടുംബമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര ശരിയാണ്. ചെറുപ്പക്കാർ മുഴുവൻ തമ്മാടികളാ, മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് അഭിരമിക്കുകയല്ലയോ, മോശപ്പെട്ടതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയല്ലയോ, MDMA-യും LSD-യും അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം കൈവശം വെച്ച് ഉപയോഗിക്കുകയല്ലയോ, പരിശുദ്ധ
പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങളെ പോലെ അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന യുവാക്കളായി ഈ തലമുറ മാറിയില്ലയോ? സിഗരറ്റ് വലിക്കാത്ത ചെറുപ്പക്കാർ കുറവല്ലയോ? മോശപ്പെട്ട സിനിമകൾ കാണാത്തതാകുന്ന യുവതികൾ കുറവല്ലയോ? അന്യപുരുഷന്മാരുമായി ചങ്ങാത്തം വെക്കാത്ത ഏത് സഹോദരനാണ് സഹോദരിയാണ് ശരീരത്തിൻ്റെതാകുന്ന ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിൻ്റെ അതിപ്രസരത്തിൽ കഴിയുകയാണ്, ആഖിറത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ഖബറിനെ കുറിച്ച് ചിന്തയില്ല, ഖബറിൻ്റെ ഏകാന്തതയെ കുറിച്ച് ചിന്തയില്ല, അതിൻ്റെ കുരുട്ടിനെ കുറിച്ച് ഭയമില്ല, അവിടെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് യാതൊരുവിധ ചിന്തയും അവൾക്കില്ല. ദുനിയാവിൻ്റെ പിറകെ നെട്ടോട്ടമാണ്. വാപ്പയതാ പകലന്നിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതാ മോശപ്പെട്ട ജീവിതമാണ്. സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാർക്ക് കിടക്ക വിരിക്കാൻ തയ്യാറാകുന്ന യുവതികളായി ആധുനിക നവതലമുറ മാറിയില്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതാകുന്ന പുരുഷന്മാരില്ലയോ? ആദരവായ പ്രവാചകനെ പറഞ്ഞത് എത്ര ശരിയാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ യുവാക്കളും യുവതികളും തെമ്മാടികളും റൗഡികളുമാകുകയാണ്. സ്വന്തം ശരീരത്തെ ദീനിന് വേണ്ടി മെരുക്കിയെടുക്കാൻ തയ്യാറല്ല. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല. പരിശുദ്ധ റമദാൻ മുന്നോടിയായി ഇതാ കടന്നു വരുകയാണ്. ബാരിക്കലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ, പുണ്യമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് കണ്ടമിടറിക്കൊണ്ട് ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അതിനെ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുനിയാവിൽ എനിക്ക് സന്തോഷം കിട്ടാൻ, എനിക്ക് ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റാഹത്തായി ആമീൻ പറഞ്ഞ എത്ര ചെറുപ്പക്കാരുണ്ട്. എത്ര പേര് റമദാനിന് വേണ്ടി വീടിനെ ഒരുക്കി തയ്യാറാക്കിയവരുണ്ട്. കള്ളുകുടിച്ചും സിനിമ കണ്ടും കൂത്തരങ്ങളുമായി അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിൽ കഴിയുന്ന യുവാക്കളല്ലേ, യുവതികളല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ, ഇതിനേക്കാൾ മോശമായ ഒരു യുഗം ഇനിയും കടന്നു വരാനുണ്ട് സഹാബ. ഏതാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കൈഫം തുമിദാലം തഅമുറു ബിമഅറൂഫിൻ വലം തൻഹു അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതാകുന്ന ഒരു സമൂഹം കടന്നു വരുമേ സഹാബ. ഒരാൾ നന്മ കൊണ്ട് ഉപദേശിക്കില്ല. നന്മ ഉപദേശിക്കുകയുമില്ല, തിന്മയെ തൊട്ട് തടയുകയുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതേതാ കാലഘട്ടം? ഇനി വരാനിരിക്കുന്നതാണോ? അല്ല, ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഈ കാലഘട്ടം തന്നെയാണ്. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല. അതല്ലേ നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, വാളിന്റെ മജ്‌ലിസുകൾ, പാതിരാ വാളുകളൊക്കെ ഇന്ന് അസ്തമിച്ചു പോയി. 2 മാസമൊക്കെ നീണ്ടു നിന്നതാകുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ. ഇന്നല്ല യഥാർത്ഥത്തിൽ പ്രസംഗം അധികരിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് നമ്മൾ സിനിമയുടെയും സീരിയലിന്റെയും റീൽസുകളുടെയും ലോകത്ത് വിഹരിക്കുകയാണ്. ഭൗതിക ലോകത്തിന്റെ അതിപ്രസരത്തിലാണ്. പരലോക ചിന്ത നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു നീണ്ടുന്നില്ല. നമ്മൾ 24 മണിക്കൂറും ദുനിയാവുമായി എൻഗേജ് ആണ്, കമ്മിറ്റഡ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമാണ്. എൻ്റെ ഉമ്മയുടെ ഉപ്പ മർഹൂം ശൈഖുനാ തഴവ ഉസ്താദ്, അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറയിൽ പ്രഭാഷണം നടത്തി 67 ദിവസം തുടർച്ചയായി വാളു പറഞ്ഞു. കേരളക്കരയിൽ മറ്റു പ്രഭാഷകർക്ക് മുഴുവനും റെക്കോർഡിട്ടതാകുന്ന വ്യക്തിത്വം അദ്ദേഹമാണ്. 67 ദിവസം ഒരേ സ്ഥലത്ത് ഒരേ സ്പോട്ടിൽ ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി വാളു പറഞ്ഞു. 67 ദിവസം. എന്നിട്ട് ആ വിഷയം പൂർത്തീകരിച്ചില്ല എന്നാണ്. അവസാനം നാട്ടിൽ അത്യാവശ്യമായി പോകേണ്ടത് കൊണ്ട് വാള് നിർത്തി. 3 മാസത്തെ തുടർച്ച വാളാൻ നാട്ടിലേക്ക് പോയി. പിന്നീട് അതിനുശേഷം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം ഒന്ന് തീർന്നത്. ഈമാൻ പറഞ്ഞ് തീർന്നത് അപ്പോഴാണ്. ആലോചിച്ച് നോക്ക്, അവരുടെ ഇൽമിന്റെ ആഴം എത്രയാണ്. അന്ന് കേട്ട് പഠിച്ചവരുടെ ഇൽമിന്റെ ആഴം എത്രയാണ്. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഒരാളാണ് വാള് പറയുന്നത്, ഒറ്റ വ്യക്തിയാണ് ഒരു വിഷയത്തെ ആസ്വദിച്ച് വാള് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇതേപോലെ പാതിരാ വാളുകൾ മുമ്പുണ്ടായിരുന്നു. ഇന്നത് അസ്തമിച്ചു പോയി. ഇന്ന് കേൾക്കുന്നില്ല. ഇന്ന് 10 ദിവസം വാള് വെക്കുമ്പോൾ തന്നെ 10 മിനിറ്റ് വന്ന് സദസ്സിലിരിക്കും. വാള് പറയുന്ന ആളെ ഒന്ന് അളക്കും. അത് കഴിയുമ്പോൾ പതുക്കാൻ എഴുന്നേറ്റ് പോകും. അസ്സലാമു അലൈക്കും, നാളത്തെ വാളിന് കാണാം. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാ വാതിലും മജ്‌ലിസും അങ്ങനെയാണ്. ഒരു 10 മിനിറ്റ് വന്നിരിക്കും, പിന്നെ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. കസേര ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ദുആന്റെ സമയമാകുമ്പോഴത്തേക്കും കസേരയെ കൂട്ടി നിർത്തിയിട്ട് ഉസ്താദിന്റെ ഒരു ദുആ കഴിഞ്ഞ്. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാളുകൾ. പറയുന്നതിന് വിഷയമില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇൽമിനോടൊന്നും നമുക്ക് താല്പര്യമില്ല, സ്വരരാഗങ്ങളുടെ പിറകിൽ ഓടുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ വാളുകൾ എത്തിപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതനുസരിച്ച് അമൽ ചെയ്യണം. എനിക്കൊരു മാറ്റമുണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങളിലില്ല. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ആലോചിച്ചു നോക്ക്, നിങ്ങൾ ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളും റൗഡികളുമാകും. നബിതങ്ങൾ പറഞ്ഞതാണ് അന്ന്. ഇന്നത് നടന്നില്ലേ? ഇപ്പൊ ഇന്നലെ എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊമ്പോളല്ലേ, അവിടുത്തെ മക്കാം അറബി വലിയുള്ള സയ്യിദ് അറബി വലിയുള്ള അള്ളാഹു എടുത്ത് ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം ഒരു SI വന്ന് പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന ചെറുപ്പക്കാരി ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ, ചെറിയ മക്കൾ, +1നും +2നും വരെയുള്ളതാകുന്ന മക്കൾ, BAയ്ക്കും MAയ്ക്കും ഒക്കെ പഠിക്കുന്നവർ, MBBSനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലേതാകുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു വിദ്യാർത്ഥി, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ, മാരകമാകുന്ന ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ, അദ്ദേഹം കൈവച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തോട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി ഉപയോഗിക്കുന്നു? വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ. നിന്റെ കൂടെ ആരൊക്കെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാരായ ഇന്ന പേരുകളുണ്ടെന്ന് പറഞ്ഞ് പേരുകൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അതിൽ 95% നമ്മുടെ കൗമിൻ്റെ പേരാണ്, മുസ്ലിമീങ്ങളുടെ പേരാണ്. ആലോചിച്ച് നോക്കിയ നിങ്ങൾ, അവൻ്റെ പേരും മുസ്ലിമാണ്, ഈ പറയുന്നവൻ്റെ പേരും, അവനെ ആരുടെയൊക്കെ പേര് പറയുന്നു അതൊക്കെ കൗമിൻ്റെ പേരാണ്. എടാ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ മക്കൾക്ക് യോജിച്ചതല്ല. ലഹരി എന്ന് പറയുന്ന വസ്തു തന്നെ നല്ലതല്ല. അത് പരിപൂർണമായി നിർമാർജനം ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഖലീലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഖലീലാണ് എങ്കിൽ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഔസാനി ഖലീലി, എൻ്റെ ഉറ്റ ചങ്ങാതിയാകുന്ന മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വസിയത്ത് നൽകിയതാണ്. ലാ തശ്റബിൽ ഖമറ, അബൂ ദർദാ, നീ കള്ള് കുടിക്കരുതേ, ലഹരി നുണയരുതേ. ഫൈനഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് അതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാസർഗോഡ് പെർവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരി, സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ഓർമ്മപ്പെടുത്തുകയാ. 1400 വർഷം മുമ്പ് ഉറ്റ ചങ്ങാതിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സ്നേഹത്താൽ പറയട്ടെ. ലാ തശ്റബിൽ ഖമറ, ലഹരി ഉപയോഗിക്കരുതേ, ലഹരിയുമായിട്ടുള്ള ബന്ധം പാടില്ല. ഫൈനഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് അതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിൻ്റെ തുടക്കം അവിടെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര സംഭവങ്ങൾ, എത്ര വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്ക്, തൃശ്ശൂരിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഈ പറയുന്നത്, ഡോക്ടറാണ്. നാളെ ഇവനാണ് 10 പേരെ ചികിത്സിക്കാനുള്ളത്. ഈ സാധനമൊക്കെ അടിച്ചിട്ട് നല്ല ഫിറ്റായിട്ട് വന്നിട്ട് തുന്നിക്കെട്ടി കൊടുക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ, എൻ്റെ സ്ഥലം കോട്ടയമാണല്ലോ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ സൂചി ഒരാൾ വിഴുങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഹാജരാക്കി ഓപ്പറേഷന് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇടങ്ങേറായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, സേഫ്റ്റി പിൻ എന്ന് പറയുന്ന ചെറിയ പിന്നുണ്ടല്ലോ, ആ പിന്നാണ്, അത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ട് അത് സർജറി ചെയ്യാൻ വേണ്ടി അവസാനം തുറന്നെല്ലാം കഴിഞ്ഞ്
ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം സക്സസ് ആയി, വിജയിച്ച് റാഹത്തായി. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ വയറുവേദന. അവസാനം കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. ഇതെടുക്കാൻ വേണ്ടി നിലകൊണ്ടതാകുന്ന ഡോക്ടറുടെ കയ്യിലെ ഗ്ലൗസൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനുള്ളിൽ വെച്ചിട്ട് തുന്നി വെച്ചിരിക്കുക. ആളുള്ള ഹയവാൻ, ഇതാണ് ഡോക്ടർ. എന്താ സാധനം അടിച്ചിട്ട് നിൽക്കുക, നല്ല കവട്ട അടിച്ചിട്ട് റാഹത്തായിട്ട് എടുത്തു തരാം, ഇപ്പം എടുത്തു തരാം. സേഫ്റ്റി പിന്നെ എടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് മൂപ്പറ കയ്യറൊക്കെ അതിനകത്ത് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ, ജോലി കഴിഞ്ഞല്ലോ, ജോലി കഴിഞ്ഞിട്ട് സാധനം അടിച്ച് നീക്കുക, കയറി തുന്നി ചേർത്ത് വെച്ച്. പിന്നെ അങ്ങനെ വയറുവേദനിക്കാതിരിക്കും. ഇതാണ് കൗമ്. ഡോക്ടർമാരുടെ അവസ്ഥ പറയുകയാണ്. പിന്നെ അവരുടെ ശിഷ്യന്മാരായി സാധനം അടിക്കാതിരിക്കുമോ? പിന്നെ ഇങ്ങനെയുണ്ട്. നാളെ ഇവൻ്റെയൊക്കെ മുന്നിലാണ് നമ്മൾ പോയി പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല, എല്ലാവരും അങ്ങനെയല്ല. നല്ല ഡോക്ടർമാരുണ്ട്, നല്ല വിദഗ്ധന്മാരുണ്ട്. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ രോഗങ്ങൾ കറക്റ്റാക്കി പറയുന്നവരുണ്ട്, രോഗികളെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്, അങ്ങനത്തെ അഹലുകാരുണ്ട്. പക്ഷെ പുതിയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിലൊക്കെ ആശങ്കയാണ്. മെഡിക്കൽ കോളേജും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ മാരകമാകുന്ന MDMA അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ. എന്താ MDMA? ചെറിയ നിലയ്ക്കുള്ളതാകുന്ന പഞ്ചസാര തരി പോലെയുള്ള വെള്ള തരികളാണ്. അത് ഒരാൾ ഒരു വട്ടം ഉപയോഗിച്ചാൽ, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ അവൻ അത് വീണ്ടും ലഭിച്ചില്ല എങ്കിൽ അവൻ വയലന്റ് ആവും. 48 മണിക്കൂറിനുള്ളിൽ അവൻ അതിന് അഡിക്റ്റ് ആവുമെന്നാണ്. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഉമ്മയെ തല്ലും, വാപ്പയെ ചീത്ത വിളിക്കും, കൂട്ടുകാരനുമായി വഴക്കടിക്കും, ഉമ്മയുടെ താലിമാല കൊണ്ടുവന്ന് കട്ടെടുത്ത് വേണേ കൊണ്ടുപോയി വിൽക്കും. എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ മോഷണം നടത്താൻ അവൻ തയ്യാറാവും. എന്തിനും തുനിയും. കാരണം ഇവന് ഈ സാധനം കിട്ടണം. 48 മണിക്കൂറിനുള്ളിൽ ഇത് വീണ്ടും അവൻ്റെ കൈവശം കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആകുകയാണ്, ആളുടെ ഹാല് മാറുകയാണ്. സ്വമേധയാ അവന് തന്നെ ബോധം പോവാൻ. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാരാണ് ഇവർക്ക് ഈ കൈവശം ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്? 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഇതിൻ്റെതാകുന്ന ഉപയോഗിക്കുന്നു, ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നു, ഇത് പരിപൂർണമായി കച്ചവടം ചെയ്യുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇവരെ ഒന്ന് ഉപദേശിക്കാൻ പോലും ഇന്നത്തെ തലമുറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ഉപദേശിക്കാൻ പോലും ആരുമില്ല. أنس بن مالك رضي الله تعالى عنه أنه قال മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ والمحمولة إليه وساقيها وبائعها وآكل ثمنها والمشتري لها والمشترات له. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല ഉറപ്പെടുത്തുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ, കള്ളിന്റെ വിഷയത്തിൽ 10 കൂട്ടരെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചു അത്രേ. 10 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റസൂല് ശപിക്കുകയാണ്. ഖംർ എന്ന വാക്കാണ് പൊതുവെ ലഹരിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഖംർ എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. മുഹമ്മർ എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധിയെ മറക്കുന്നത്. ഖംർ എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, ബുദ്ധിയെ മറക്കുന്ന സാധനങ്ങൾ. സക്രാൻ ഉണ്ടാക്കുന്നത്, മസ്ത് പിടിപ്പിക്കുന്നത്, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ, അതൊക്കെ ലഹരിയാണ്. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ഹദീസിന് വിധങ്ങൾ നിർത്തുന്നത് അങ്ങനെയാണ്. എല്ലാ ലഹരിയെ മസ്ത് പിടിപ്പിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ ഹറാമുൻ, നിഷിദ്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഖംർ എന്നാണ് ഖുർആനിലും പ്രയോഗിച്ചത്. ഇന്നമൽ ഖംറു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖംർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ മാന. കേവലം കള്ള് മാത്രമല്ല, കള്ളല്ലേ പറഞ്ഞിട്ടുള്ളത്, കള്ള് മാത്രമല്ല, ഏതെല്ലാം ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളുണ്ടോ അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള MDMA യും LSDയും
ഹശീഷും എന്ന് വേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ, കൊക്കൈനും അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുണ്ടോ, കഞ്ചാവ് അടക്കമുള്ള ഏതെല്ലാം സാധന സാമഗ്രികളുണ്ടോ, അതൊക്കെ അതിൻ്റെ ഉൾപ്പെട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരായ ആളുകളെ 10 പേരെയാണ് ആ വിഷയത്തിൽ ശപിച്ചത്. ആരെ ശപിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ.